ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന ദിവസം കഴിഞ്ഞതോടുകൂടി കേരളത്തിലെ 140 നിയോജകമണ്ഡലത്തിലും ആരൊക്കെയാണ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. അതുപോലെ രാഷ്ട്രീയ ചിത്രം കുറച്ചുകൂടി വ്യക്തമായിട്ട് തെളിഞ്ഞു. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും തീപാറുന്ന മത്സരം നടക്കുന്നു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാലായിലെ വന്ന ഈ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടുകൂടി വന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, പ്രചരണ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുവാൻ BJPയുടെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങൾക്ക് കഴിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും മാണി സി കാപ്പൻ, UDFിൻ്റെ സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ്റെ ഒരു അഭിമുഖം ഞാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്, എന്തായാലും ഞാൻ ജയിക്കും, 1000 വോട്ടുകൾക്കെങ്കിലും ജയിക്കും എന്നാണ്. അപ്പോൾ 15,000 16,000 എന്നുള്ള ഭൂരിപക്ഷത്തെ അദ്ദേഹം പോലും കുറച്ച് കാണുന്നു എന്നുള്ളത് പാലായിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മാണി സി കാപ്പൻ വിജയിച്ചുവെങ്കിൽ ഇത്തവണ മാണി സി കാപ്പന് കിട്ടിയ ഒരു 20,000 വോട്ടെങ്കിലും ഷോൺ ജോർജിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ പാലായിൽ വന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റം, ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ കൂടുതലായി കൺസോളിഡേറ്റ് ചെയ്യുകയും അത് ഉറച്ച വോട്ടുകളായി നിൽക്കുകയും ചെയ്യുമ്പോൾ മാണി സി കാപ്പൻ്റെ വോട്ടുകളാണ് ഷോൺ ജോർജ് കരസ്ഥമാക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് കാണുവാൻ കഴിയുക. ആ നിലയ്ക്ക് തീപാർന്ന മത്സരം എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും തീർച്ചയായിട്ടും ജോസ് കെ മാണിക്ക് അനുകൂലമായൊരു ഘടകം ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ പാലായിലെ വിജയം മാണി സി കാപ്പന് അല്ല, ജോസ് കെ മാണിയാണ് വിജയിച്ചതെങ്കിൽ ജോസ് കെ മാണി തീയിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കേരള രാഷ്ട്രീയത്തിലേക്ക് വലിയ പ്രൗഢിയോടുകൂടി തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിജയിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് ഭരണം ലഭിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ, അദ്ദേഹം കേരളത്തിലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരിക്കും. അതിലുപരി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി പാല എന്ന നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മാണി സാറിനെ പോലെ ഒരുപക്ഷെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഷോൺ ജോർജിൻ്റെ പ്രചരണങ്ങൾ വാസ്തവത്തിൽ അദ്ദേഹത്തിനും അതുപോലെ പൂഞ്ഞാറിലെ PC ജോർജിനുമൊക്കെ തിരിച്ചടിയാകുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. അത്രയേറെ പണക്കൊഴുപ്പ് പ്രചരണത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ പണത്തിൻ്റെ കുത്തൊഴുക്കിൽ വോട്ടുകൾ മറിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കുറേ വോട്ടുകളെയൊക്കെ സ്വാധീനിക്കും എന്നുള്ളതും സത്യമാണ്. അങ്ങനെ വരുമ്പോൾ കാപ്പിന് ലഭിക്കേണ്ട വോട്ടുകളാണ് ബഹുഭൂരിപക്ഷവും ഷോൺ ജോർജ് കൈപ്പിടിയിലാക്കുന്നത് എന്നുള്ള സത്യം നോക്കുമ്പോൾ നമുക്കറിയാം, അവിടുത്തെ രാഷ്ട്രീയ ചിത്രം ജോസ് കെ മാണിക്ക് അനുകൂലമായിട്ട് പതുക്കെ ഗ്രാജുവലി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പാലാ നിയോജകമണ്ഡലത്തിൽ കാണുവാൻ കഴിയുന്നത്.